സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. ഇന്ന് 15ാമത്തെ അധ്യായത്തിലെ കുറച്ച് വലിയ വിഷയമാണ് നമുക്ക് കേൾക്കാനുള്ളത്. ത്രിപുണ്ട്ര ഊർധ്വപുണ്ഡ്രങ്ങൾ, ത്രിപുണ്ഡ്രവും ഊർധ്വപുണ്ഡ്രം, അങ്ങനെ രണ്ടിനും കൂടി വർണ്ണിക്കുന്നതാണ്. അഗ്നി തുടങ്ങിയ മന്ത്രങ്ങൾ ജപിച്ച് ശുദ്ധമായ ഭസ്മത്തെ ബ്രാഹ്മണൻ നെറ്റിയിൽ ത്രിപുണ്ഡ്രമായി ധരിക്കണം. 3 വര. അതാണ് ത്രിപുണ്ഡ്രം എന്ന് പറഞ്ഞാല് 3 വര. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഒക്കെ ദ്വിജന്മാർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അവർ ത്രിപുണ്ഡ്രം ധരിക്കുക തന്നെ വേണം. ഉപനയനം കഴിഞ്ഞ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണൻ നിശ്ചയമായും ഭസ്മം ധരിക്കണം. ഭസ്മം തൊടാതെ സ്നാനോപദേശിക്കാൻ പാടില്ല. ഗായത്രി ജപവും ഭസ്മം ധരിച്ചു തന്നെ വേണം. ബ്രാഹ്മണ്യത്തിന് ആധാരമായി ഗായത്രിയെ കരുതുന്നു. അതിനാൽ ഗായത്രി ഉപദേശിക്കുന്നവനും ഉപദേശം വാങ്ങുന്നവനും ഭസ്മം ധരിച്ചിരിക്കണം. മന്ത്രപൂർവ്വം ഭസ്മം ധാരണം ചെയ്ത ബ്രാഹ്മണനെ ജ്ഞാനിയും ആവുകയുള്ളൂ. രത്നം സമ്പാദിക്കുവാനുള്ള ആഗ്രഹം പോലെ തന്നെ വേണം ഭസ്മം സമ്പാദിക്കുവാനുള്ള ആഗ്രഹവും. അല്ലെങ്കിൽ അവൻ ചണ്ടാളനായി തീരും. വിഭൂതി ധരിക്കാതെ ശിവപൂജ ചെയ്താൽ അവൻ ശിവദ്വേഷിയായി തീരും. യജ്ഞോപവീതമില്ലാതെ ബ്രാഹ്മണൻ സന്ധ്യാവന്ദനം ചെയ്യാൻ പാടില്ലാത്തതുപോലെ ഭസ്മം ധരിക്കാത്തവനും സന്ധ്യാവന്ദനം ചെയ്യുവാൻ പാടില്ല. പൂണൂല് നഷ്ടമായാലും ശരി, സന്ധ്യാവന്ദനം ഉപേക്ഷിക്കപ്പെട്ടാലും പരിഹാരമുണ്ട്. എന്നാൽ ഭസ്മധാരണം ചെയ്യാതിരുന്നുള്ള പാപത്തിന് പരിഹാരമേ ഇല്ല. വലത്തെ കൈയിലെ 3 വിരൽ കൊണ്ട് നെറ്റിയിൽ നെടുങ്ങനെ നീളത്തിൽ ഭസ്മം തൊടണം. ഭസ്മം 1 പ്രാവശ്യമെങ്കിലും തൊടുന്നവൻ രുദ്രന് തുല്യനാണ്. അകാരം മോദരവിരലും ഉകാരം മധ്യവിരലും മകാരം ചുണ്ടുവിരലുമാണ്. അതുകൊണ്ട് ത്രിപുണ്ഡ്രം ത്രിഗുണാത്മകമാണ്. ഇതിനെപ്പറ്റി ഒരു പുരാണ കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ട് ദുർവാസവ മഹർഷി പിതൃലോകത്ത് ചെന്നിരുന്നു. അദ്ദേഹം ശരീരമാകെ ഭസ്മം പൂശി രുദ്രാക്ഷമാലയും ധരിച്ച് ശിവശങ്കര സർവാത്മൻ ശ്രീ ശിവേ ജഗദംബികേ എന്നീ നാമങ്ങൾ ഉച്ചത്തിൽ ജപിച്ചും കൊണ്ട് ചെന്നപ്പോൾ പിതൃനാഥൻ തുടങ്ങിയവർ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്ത് ആസനസ്ഥനാക്കി സൽക്കരിച്ചു അദ്ദേഹത്തിന്. ദുർവാസാവിനെ കാണുമ്പം അത്രയും പ്രയാസമാണ് സന്തോഷിപ്പിക്കാൻ. അവർ ഓരോ കഥകളും പറഞ്ഞിരുന്ന ആ സമയത്ത് കുംഭീഭാഗം എന്ന നരകത്തിൽ നിന്ന് അയ്യോ കൊല്ലുന്നേ കൊല്ലുന്നേ ചാവുന്നേ വേവുന്നേ എന്നൊക്കെയുള്ള നിലവിളികൾ കേട്ടു. ഇത് കേട്ട് ദുഃഖിതനായ മുനി ചോദിച്ചു, ധാരാണപ്പ ഇങ്ങനെ കരയുന്നത്? അപ്പൊ പിതൃനാഥൻ പറഞ്ഞു, ഇത് സംയമിനീപുരിയാണ് മഹർഷി. യമരാജാവ് അവിടെ പാപികൾക്ക് ശിക്ഷ നൽകുകയാണ്. അവിടെ കറുത്ത കാലരൂപികളായ കാലകിങ്കന്മാർ പാപികളെ ദണ്ഡനമേൽപ്പിക്കുന്നുണ്ട്. അവിടെ 86 നരകങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതും വലിയതുമായ നരകമാണ് കുംഭീഭാഗം. അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നവരുടെ കഥന കഥകൾ എത്ര പറഞ്ഞാലും തീരില്ല. ശിവൻ, ദേവി, വിഷ്ണു തുടങ്ങിയവരെ നിന്ദിക്കുന്നവർ, സൂര്യൻ, ഗണേശൻ തുടങ്ങിയവരെ നിന്ദിക്കുന്നവർ, ദുർജനങ്ങളെ, വിപ്രദ്വേഷികളെല്ലാം ഈ നരകത്തിലാണ് വന്ന് പതിക്കുന്നത്. അവരുടെ രോദനങ്ങളാണ് അങ്ങിപ്പോൾ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹർഷിക്ക് ആ നരകം കാണണം എന്ന് ആഗ്രഹം. അതാ നോക്കിയ നരകൽ ആരെങ്കിലും കാണണം എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് കാണണം തോന്നി. എന്തോ അറിയില്ല, എന്തോ ഒരു ചെറിയ കുറ്റം തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു നരകം കാണേണ്ട ഒരു കുറ്റം ഉണ്ടാവും ചെയ്തിട്ട്. മഹർഷി ആ നരകത്തിന്റെ അടുത്തേക്ക് ചെന്ന് കുനിഞ്ഞു നോക്കി. അപ്പോൾ ആ പാപികൾക്ക് സ്വർഗത്തേക്കാൾ സുഖം ലഭിച്ചു. അവർ കരച്ചിൽ നിർത്തി ആടിപ്പാടാൻ തുടങ്ങി. പിന്നെ ഡാൻസൊന്നും പാട്ടുമല്ലായി അവിടെ. അവർ നാനാവിധ വാദ്യോപകരണങ്ങളോട് താളമേളമൊരുക്കി ഗാനം ആലപിക്കാൻ തുടങ്ങി. മുല്ലപ്പൂവിന്റെ സുഗന്ധം അവിടെയൊക്കെ പരത്തിക്കൊണ്ട് മന്ദമാരുവൻ വീശാൻ തുടങ്ങി. പോരെ, ദുർവാസവ മഹർഷി അമ്പരന്ന് പോയി. യമകിങ്കന്മാർ അത്ഭുതപ്പെട്ടു. അവർ യമരാജാവിനോട് പോയി പറഞ്ഞു, രാജൻ, ആശ്ചര്യമായിരിക്കുന്നു കേട്ടോ. കുംഭീഭാഗ നരകത്തിലുള്ളവർ സ്വർഗത്തിലുള്ള സുഖത്തേക്കാൾ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. ആ വിവരം അങ്ങേ അറിയിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് യമരാജാവ് തന്റെ വാഹനമായ പോത്തിന്റെ പുറത്ത് കയറി കുംഭീഭാഗം നരകത്തിലേക്ക് ചെന്നു. ആ നരകത്തിലെ സ്ഥിതി കണ്ട് യമരാജാവും അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഈ വിവരം അറിയിക്കാൻ സ്വർഗത്തിലേക്ക് തന്റെ ദൂതന്മാരെ വിട്ടു. ബ്രഹ്മാദി ദേവന്മാരും മറ്റു ദേവന്മാരും ഈ വിവരം പറഞ്ഞ് സംയമനീപുരിയിലെത്തി. അവരെല്ലാവരും ആ നരകത്തിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടു. അതിലുണ്ടായിരുന്ന പാപികളൊക്കെ സ്വർഗത്തിലുള്ളതിനേക്കാൾ സുഖം അനുഭവിക്കുകയാണിപ്പോ. അവർ ചിന്തിച്ചു, ഇങ്ങനെ ആയാല് പാപികളൊക്കെ ഒരു പേടിയും കൂടാതെ പാപം ചെയ്തു കൂട്ടുമല്ലോ. മഹാദേവകൃതമായ വേദമര്യാദകൾ എങ്ങനെ നഷ്ടമായി?
സ്വന്തം സങ്കല്പത്തെ ശിവഭഗവാൻ മാറ്റിയത് എങ്ങനെയാണ്? അത്യാശ്ചര്യം എന്നും പറഞ്ഞിട്ട് എല്ലാവരും വേവലാതിപ്പെട്ടു. ആ വേവലാതിപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വിഷ്ണു ചില ദേവന്മാരോടുകൂടി കൈലാസത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ പാർവതീ സമേതനും കാമദേവന് വെല്ലുന്ന സൗന്ദര്യവും നിത്യ യൗവനം പൂണ്ടവനുമായ ഉമാപതിയെ അവർ കണ്ടു. ആ ദേവന്റെ ചുറ്റും വേദങ്ങളും ഭൂതഗണങ്ങളും സേവിച്ചു നിൽക്കുന്നുണ്ട്. പരാശക്തി ആലിംഗനം ചെയ്തിരിക്കുന്ന മഹാദേവനെ കണ്ട് അവർ വന്ദിച്ചു. ഹരി മഹാദേവനോട് വ്യക്തമായും ഭംഗിയായും ചോദിച്ചു, ശങ്കര, ഇതിന്റെ കാരണം അറിയുന്നില്ലല്ലോ പ്രഭു. സർവജ്ഞനായ അങ്ങിതിന്റെ സത്യാവസ്ഥ പറഞ്ഞു തരണേ. വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ട് മഹാദേവൻ പറഞ്ഞു, വിഷ്ണു, ഇതിന്റെ കാരണം ഞാൻ പറയാം. ഇത് തന്നെയാണ് ഭസ്മത്തിന്റെ മഹാത്മ്യം. ശൈവരിൽ പ്രധാനിയായ ദുർവാസാവ് മഹർഷി കുംഭീ ഭാഗത്തിലേക്ക് എത്തി നോക്കിപ്പോയി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്നുള്ള ഭസ്മധൂളികൾ കാറ്റടിച്ചപ്പോൾ ഈ നരകത്തിലേക്ക് വീണുപോയി. ആ ഭസ്മത്തിന്റെ വൈഭവമാണ് ഈ കാണുന്നതൊക്കെ. ഇനിമേലിൽ പിതൃലോകത്തിൽ വർത്തിക്കുന്നവർക്ക് ഈ കുണ്ഡം തീർത്ഥമായി ഭവിക്കും. ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ സൗഖ്യം ഭവിക്കും. ഈ തീർത്ഥം പിതൃതീർത്ഥം എന്ന പേരിൽ പ്രസിദ്ധിയാർജിക്കുകയും ചെയ്യുമെന്നൊരു വരം കൊടുത്തു. അവിടെ പുരുഷോത്തമ, അവിടെ ശിവലിംഗവും ദേവീബിംബവും പ്രതിഷ്ഠിക്കണം. അവിടെ ദേവിയെ പിത്രീശ്വരി എന്ന് കീർത്തിക്കുകയും വേണം. ശിവന്റെ വാക്കുകളുടെ രമാവതി ദേവന്റെ അനുജ്ഞയും വാങ്ങി ദേവന്മാരുടെ അടുത്തെത്തി. അവിടുന്ന് ദേവന്മാരും ദിവ്യ ശിവവാക്യത്തെ അനുകൂലിച്ചു. ബ്രഹ്മാദികളും ദേവന്മാരും ഭസ്മമഹാത്മ്യത്തെ പ്രശംസിച്ചു. പിതൃക്കളുടെ ലോകത്ത് പുണ്യതീർത്ഥം ലഭിച്ചതിൽ പിതൃക്കളും സന്തുഷ്ടരെ. എല്ലാവർക്കും സന്തോഷമായി. ഏതായാലും അവിടെ ഇങ്ങനെ ഒന്നും കിട്ടാൻ വഴിയില്ലല്ലോ, അത്യത്ഭുതമായിട്ട് കിട്ടിയതല്ലേ, അതുകൊണ്ട് അവർക്ക് സന്തോഷമായി. ആ തീർത്ഥക്കരയിൽ ദേവന്മാർ ശിവനെയും ശിവയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു. പാപം അനുഭവിക്കാൻ പിതൃക്കളുടെ ലോകത്ത് എത്തിയവരൊക്കെ വിമാനത്തിൽ കൈലാസത്തിലേക്ക് പോയി. ഭദ്രഗണങ്ങൾ എന്ന പേരിൽ അവർ ഇപ്പോഴും അവിടെ തന്നെ വാഴുന്നുണ്ട്. പിന്നീട് കുറെ കൂടി ദൂരത്തായി കുംഭീഭാഗം എന്ന നരകം വീണ്ടും നിർമ്മിച്ചു. ഇതിപ്പം ഒരു പൊയ്ക പോലായില്ലേ ഇപ്പോൾ ഉണ്ടായത്, അതുകൊണ്ട് കുറച്ചപ്പുറത്ത് വേറെ നിർമ്മിച്ചു. അന്ന് മുതൽ ശൈവന്മാരോട് അവിടേക്ക് പോകാൻ പാടില്ലെന്ന് ദേവന്മാർ പറഞ്ഞു. നാരദമുനെ, ഭസ്മമഹാത്മ്യത്തെ പറ്റി ഞാൻ പറഞ്ഞു തന്നു. ഇനി ഭസ്മം ധരിക്കുന്നവരുടെ അധികാരി ഭേദമനുസരിച്ചുള്ള ഉത്രപുണ്ട്ര വിധിയെപ്പറ്റി പറയാം. അപ്പൊ ഒരു നുള്ള ഭസ്മം അതിലേക്ക് ഇട്ടാൽ എന്തായിരിക്കും സ്ഥിതി? മനുഷ്യരഷ്ട, വൈഷ്ണവരുടെ വേദത്തിലുള്ള ഊർധപുണ്ട്ര വിധിയും അങ്കുലീഭേദവും ഫലങ്ങളും വർണ്ണങ്ങളും മന്ത്രദേവതമാരെ പറ്റിയും പറഞ്ഞു തരാം. പർവ്വതാഗ്രം, നദീതീരം, പുറ്റ്, ശിവക്ഷേത്രം, തുളസിച്ചെടിയുടെ തടം ഇവിടങ്ങളിൽ നിന്നാണ് മണ്ണെടുക്കേണ്ടത്. വേറെ എവിടെ നിന്നും മണ്ണെടുക്കരുത്. കറുത്ത മണ്ണ് ശാന്തിക്കും, ചുവന്ന മണ്ണ് വൈശ്യത്തിനും, മഞ്ഞ മണ്ണ് ശ്രീക്കും, വെളുത്ത മണ്ണ് ധർമ്മത്തിനുമാണ്. വെളുത്ത മണ്ണിലുണ്ടാവുമപ്പ. വിരൽ കൊണ്ട് ഊർധ്വപുണ്ട്രം ധരിക്കുന്നത് പുഷ്ടിപ്രദമാണ്. മധ്യമവിരൽ ആയുഷ്കരവും, മോതിരവിരൽ അന്നപ്രദവും, ചൂണ്ടാണി വിരൽ മോക്ഷപ്രദവുമാണ്. ഈ 4 വിരൽ കൂട്ടി ഊർധ്വപുണ്ട്രം ധരിക്കാം. എന്നാൽ നഖസ്പർശം പാടില്ല കേട്ടോ, വിരല് മാത്രം. നഖം ഇങ്ങനെ വളർത്തിയവരിലാകുമ്പോ നഖം കൊള്ളൂലേ, അത് ശരിയല്ല. കത്തുന്ന വിളക്കിന്റെ തിരി പോലെയും, മുളയുടെ ഇല പോലെയും, താമരമൊട്ട് പോലെയും, മത്സ്യം പോലെയും, മാമ പോലെയും, ശംഖ് പോലെയും വേണം ഊർധ്വപുണ്ട്രം ധരിക്കാൻ. 10 വിരൽ പ്രമാണമുള്ളത് ഉത്തമത്തിൽ ഉത്തമവും, 9 വിരൽ പ്രമാണവും 8 വിരൽ പ്രമാണവും ഉത്തമത്തിൽ മധ്യമവുമാണ്. മധ്യമം തന്നെ 3 വിധത്തിലുണ്ട്. 7 വിരൽ പ്രമാണവും, 6 വിരൽ പ്രമാണവും, 5 വിരൽ പ്രമാണവും മധ്യമമാണ്. 3ഉം 4ഉം 2ഉം അധമവുമാണ്. ഊർധ്വപുണ്ട്രം ധരിക്കുമ്പോൾ ലലാടത്തിൽ കേശവനെയും, മാറിടത്തിൽ മാധവനെയും, ഉദരത്തിൽ നാരായണനെയും, ഗളത്തിൽ ഗോവിന്ദനെയും, വലത്തെ വയറ്റിൽ വിഷ്ണുവിനെയും, വലത്തെ കൈയിൽ നടുക്ക് മധുസൂദനനെയും, കാതുകളിൽ 2ലും ഹൃഷികേശനെയും, ത്രിവിക്രമനെയും, ഇടത്തെ വയറിൽ വാമനനെയും, കൈപ്പലകമേൽ ദാമോദരനെയും, പൃഷ്ഠത്തിൽ പത്മനാഭനെയും, മൂർധാവിൽ വാസുദേവനെയും സ്മരിക്കണം. മനസ്സിലായില്ലേ? 2 സന്ധ്യകളിലും പൂജാസമയത്തും ഭക്തിപൂർവ്വം ഈ നാമങ്ങൾ ജപിച്ച് ഊർധ്വപുണ്ട്രം ധരിക്കണം. എത്ര പാപിയാണെങ്കിലും കർമ്മഹീനനാണെങ്കിലും, അതായത് കർമ്മം ചെയ്യാത്തവനായാലും ഊർധ്വപുണ്ട്രം ധരിച്ചവൻ പാപരഹിതനായി തീരും. എന്റെ സ്വരൂപത്തിനെ പറ്റി ജ്ഞാനമുള്ള ഭക്തരായ ശുദ്ധ മനസ്സുള്ളവർ വിഷ്ണുപാദത്തിന്റെ അടയാളമുള്ള ഊർധ്വപുണ്ട്രം ധരിക്കണം. ഏകാന്ത ഭക്തിയോടെ എന്റെ ചരണങ്ങളെ ആശ്രയിക്കുന്നവർ
മഞ്ഞൾപ്പൊടി ചേർത്ത് ശൂലത്തിന്റെ ആകൃതിയിൽ ഊർധ്വപുണ്ഡ്രം ധരിക്കണം. മറ്റ് വൈഷ്ണവരും ശരിയായ ആകൃതി അല്ലെങ്കിലും കൂടെ ദീപം, താമര, മുളയില തുടങ്ങിയവയ്ക്ക് സദൃശമായ പുണ്ഡ്രങ്ങൾ ധരിക്കും. വീരവൈഷ്ണവരും മഹാവീര വൈഷ്ണവരും വടിവില്ലാത്ത പുണ്ഡ്രം ധരിച്ചാൽ പല ദോഷങ്ങളും വരാനുണ്ട്. സാമാന്യ വൈഷ്ണവർക്ക് എങ്ങനെ തൊട്ടാലും ദോഷം വരില്ല. ദേശവാദി നാമങ്ങൾ നമോന്തമായി ഉച്ചരിച്ചുകൊണ്ട് മധ്യഭാഗം ഛിദ്രമായി ദണ്ഡത്തിന്റെ മാതിരി ചില ഭക്തർ ഊർധ്വപുണ്ഡ്രം ധരിക്കും. വിടവോടുകൂടി ഊർധ്വപുണ്ഡ്രങ്ങൾ ധരിക്കുന്നവൻ ആ വിടവിൽ എന്റെ മന്ദിരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഊർധ്വപുണ്ഡ്രത്തിന്റെ ഇടയിലുള്ള സ്ഥലത്ത് വിഷ്ണു ലക്ഷ്മിയോടൊത്ത് നിത്യം വസിക്കുന്നു. വടിവില്ലാതെ ഊർധ്വപുണ്ഡ്രം ധരിക്കുന്ന ബ്രാഹ്മണാധമൻ ലക്ഷ്മിയോടൊത്ത് വസിക്കുന്ന പത്മനാഭനെ ഉപേക്ഷിക്കുന്നത് പോലെയാകും. എന്താ കഥ! അച്ഛിദ്രമായ ഊർധ്വപുണ്ഡ്രം ധരിക്കുന്ന മൂഢനായ ബ്രാഹ്മണൻ 21 നരകത്തിൽ പതിക്കും. ദണ്ഡം, താമര, മൊട്ട്, മത്സ്യം, ദീപം തുടങ്ങിയ ആകൃതിയിലുള്ള പുണ്ഡ്രം സ്ഫുടമായ ഇരുപാർശ്വങ്ങളോടും വിടവുകളോടുകൂടി വേണം ധരിക്കുവാൻ. ബ്രാഹ്മണൻ പൂണൂലും ശിഖയും ധരിക്കുന്ന അതേ പ്രാധാന്യത്തോടെ വേണം പുണ്ഡ്രം തൊടുവാൻ. വ്യവസ്ഥയിൽ പറഞ്ഞ വിധം പുണ്ഡ്രങ്ങൾ വൈദിക ബ്രാഹ്മണൻ ധരിച്ചുകൂടാ. നെറ്റിയിൽ ഭസ്മം കൊണ്ട് തിരിയക്ക് ത്രിപുണ്ഡ്രം മോഹത്താൽ ധരിക്കുന്നവൻ നരകത്തിൽ പതിക്കും. വേദമാർഗത്തിൽ നിഷ്ഠയുള്ളവൻ ആഗ്രഹം കൊണ്ട് ദേഹത്ത് മുദ്ര കുത്തുന്നുവെങ്കിൽ തീർച്ചയായും അധപ്പതിക്കും. വൈദിക മാർഗത്തിൽ ചരിക്കുന്നവൻ തന്റെ ദേഹത്ത് മുദ്ര കുത്തരുത്. വേദമാർഗത്തിൽ ചരിക്കുന്നവൻ വേദത്തിൽ പറഞ്ഞ കുറിയേ തൊടാവും. അങ്ങനൊക്കെ ഉണ്ട്. വേദനിഷ്ഠരല്ലാത്തവർക്ക് വൈദികമല്ലാത്ത കുറി വിധിച്ചിട്ടുണ്ട്. വേദോക്ത ദേവതകളുടെ കുറി ഏതോ അതാണ് വൈദികമായ കുറി. വേദസിദ്ധനായ മഹാദേവൻ ഭവക്കടലിന്റെ അക്കരെ കടത്തുന്നവനാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹവും ശ്രുതിയിൽ പറഞ്ഞ മാതിരി കുറി തൊടുന്നു. വേദപ്രതിപാദനായ വിഷ്ണുവും വേദത്തിൽ പറഞ്ഞ മാതിരി കുറി തൊടുന്നു. ഇങ്ങനെ അവതാരങ്ങളെ ഭജിക്കുന്ന ഉപാസകന്മാരും വേദത്തിൽ പറഞ്ഞ ഊർധ്വപുണ്ഡ്രം ധരിക്കുന്നു. ഊർധ്വപുണ്ഡ്രാദികൾ വേദനിഷ്ഠമല്ല. എന്നാൽ തിര്യക്ക് ത്രിപൗണ്ഡ്രം വേദത്തിൽ വിധിച്ചതാണ്. വേദമാർഗത്തിൽ ചരിക്കുന്നവൻ വേദത്തിൽ പറഞ്ഞ മാതിരി ഭസ്മം കൊണ്ട് നെറ്റിയിൽ ത്രിപുണ്ഡ്രം തന്നെ ധരിക്കണം. അത് വിധിയാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. വിഷ്ണുവിനെ ആശ്രയിക്കുന്നവർ എല്ലായ്പ്പോഴും സുഗന്ധമുള്ള ഊർധ്വപുണ്ഡ്രം തന്നെ ധരിക്കണം. നിവർത്തിയില്ല അതൊന്നും തൊടാതിരുന്നാല്. ഇന്ന് ഊർധ്വപുണ്ഡ്രത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മള് അത് ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു. ഇപ്പൊ സന്ധ്യാവാനായി. അതുകൊണ്ട് സന്ധ്യോപാസനം എന്ന ഭാഗം നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ച് കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യൽ ശരണം പ്രപദ്യേ നാരായണായേതി സമർപ്പയാമി.